അജ്മാൻ കോസ്മോപൊളിറ്റൻ സ്കൂളിലെ ആമിന ഒരതിശയമാണ്. കാലുകൊണ്ട് എഴുതാൻ തുടങ്ങിയ ഈ കൊച്ചുമിടുക്കിയുടെ കവിതകളും ചിത്രങ്ങളും ആരുടെയും മനസ്സ് കീഴടക്കും. പഠിച്ച് IAS-കാരിയാകാനാണ് ആമിനയുടെ ആഗ്രഹം. ആമിന ആദ്യാക്ഷരം കുറിച്ചത് കാലുകൊണ്ടാണ്. ഇന്ന് കൈകൊണ്ടും കാലുകൊണ്ടും മനോഹരമായ ചിത്രങ്ങളും കവിതകളും കുറിക്കുകയാണ് അജ്മാനിലെ ഈ 8ാം ക്ലാസ്സുകാർ. പ്രാണൻ വെടിയുന്ന നോവിനൊടുവിലും എന്നെ നോക്കി ചിരിച്ചെന്നമ്മ. അമ്മിഞ്ഞ പാലിൽ മാധുര്യം ഞാൻ നുകർന്നപ്പോൾ മാതൃത്വത്തിൽ തീ ജ്വാലയായി ജ്വലിച്ചു നിന്നു. ഏറെ രാത്രികളിൽ മിഴിയടയ്ക്കാതെ എനിക്ക് കാവലായി. കവിതയാണോ പടങ്ങളാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഫീലിങ്സ് നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്യണം. എനിക്കായി ജീവിതം ഒഴിഞ്ഞൊരമ്മ, പേടിയില്ല എനിക്കൊരു ഉരുട്ടിനെയും. ഞാൻ 2ാം ക്ലാസ് തൊട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 6th തൊട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണ് നാട്ടിൽ? കേരളം, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ. വരയ്ക്കാൻ എവിടെന്നെങ്കിലും പഠിച്ചിരുന്നോ? ഇല്ല, വീട്ടിൽ അമ്മമ്മ എല്ലാവരും സഹായിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അമ്മമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അമ്മയുടെ പേര് സുമയ്യ എന്നാണ്. പിന്നെ അമ്മമ്മയുടെ പേര് സീനത്ത് എന്നും അച്ഛൻ്റെ പേര് മുസമ്മിൽ എന്നും. ഒരു അനിയത്തിയുണ്ട്, 3rd പഠിക്കുന്നു. അവളുടെ പേര് ഫാത്തിമ എന്നും. ആമിനയുടെ ഉമ്മ സുമയ്യ ഇതേ സ്കൂളിലെ അധ്യാപികയാണ്. എന്നു മുതലാണ് ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ കാലുകൊണ്ടെല്ലാം എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജന്മന ഓരോരുത്തർക്ക് കിട്ടുന്ന കഴിവ് പോലെ കാലുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 3ാം ക്ലാസ് വരെയും കാലുകൊണ്ടാണ് എഴുതിയിരുന്നത്. പിന്നീട് 3ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആൾ കൈകൾ രണ്ടും ഉപയോഗിച്ചിട്ട് എഴുതാൻ തുടങ്ങി. പിന്നീട് അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ആൾ കൈവച്ച് ഡ്രോയിങ്ങും കാലുവച്ചും കൈവച്ചും ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. നല്ലതുപോലെ ഇപ്പം ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഇവൾ ആദ്യം പഠിച്ചത് മോണ്ടിസറി ഡ്രീം പാർക്ക് മോണ്ടിസറി പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. അവിടെ ഒരുപാട് മോണ്ടിസറി പരമായിട്ടുള്ള രീതിയിലാണ് അവർ പഠിപ്പിച്ചു വന്നിരുന്നത്. പിന്നീട് ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അജ്മാനിൽ വന്നതിന് ശേഷം കോസ്മോപൊളിറ്റൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നോർമ രാജാ രവിവർമ്മ കോമ്പറ്റീഷൻ നടത്തി. അവരുടെ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ മോൾക്ക് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന 25-26 തീയതിയിൽ മീഡിയ 1ൻ്റെ മബ്രൂക്ക് കോമ്പറ്റീഷൻ, മബ്രൂക്ക് പ്ലസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മോക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. ആമിന നമ്മുടെ കോസ്മോപൊളിറ്റൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാണ്. ആമിന നന്നായിട്ട് ചിത്രം വരയ്ക്കും, അതേപോലെ പെയിൻറ്റ് ചെയ്യും. അതിലുപരി നന്നായിട്ട് കവിതകൾ എഴുതും. ഞാൻ ആമിനെ ഒബ്സർവ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഒരു ദിവസം ആമിന ക്ലാസ്സിൽ ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആമിനെ ഈ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ആമിനക്കുണ്ട്. എന്താണ് ആമിനയുടെ സ്വപ്നം? ആരാവാനാണ് ആഗ്രഹം? എനിക്ക് IAS ആവാൻ ആഗ്രഹം. കാരണം എന്നെപ്പോലെ ഒരുപാട് പേരിവിടെ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ആയാൽ അവരെ എനിക്ക് ഇൻസ്പയർ ചെയ്യാനും പറ്റും, അവരെ എനിക്ക് ഒരുപാട് സഹായിക്കാനും പറ്റും. കലാരംഗത്തോ? അതിനും എനിക്കാകണം. ഞാനിപ്പോൾ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ എനിക്ക് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അജ്മാനിൽ നിന്നും അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.